UDF സർക്കാർ നയപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഗവർണറാണ് നയപ്രഖ്യാപനം നടത്തിയത്. ഈ സർക്കാർ അടുത്ത 5 വർഷക്കാലം എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു രൂപരേഖയാണ് നയപ്രഖ്യാപനം. എന്തൊക്കെയാണ് പുതിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ഈ പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിന് വർഷം 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് കവറേജ്, അതായത് ചികിത്സാ ചെലവ് സംബന്ധിച്ച് 25 ലക്ഷം വരെ ആരോഗ്യ ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നതാണ്. വളരെ നല്ലൊരു പദ്ധതി അത്. ഇതുവരെ ആരും നടപ്പിലാക്കാത്ത 2-3 പ്രഖ്യാപനങ്ങളുണ്ട്. വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ സമയത്ത് 3 ദിവസം വരെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പൊതു സ്വകാര്യ മേഖലയിലും പ്രസവാവധി 6 മാസം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രസവാവധി ഗവൺമെന്റ് സെക്ടറിൽ ഓൾറെഡി ഉണ്ട്. പൊതു സ്വകാര്യ മേഖലയിൽ കൂടി പ്രസവാവധി 6 മാസമാക്കി. പിന്നെ ഉള്ളത് മാവേലി സ്റ്റോർ, റേഷൻ കട, മാവേലി സ്റ്റോറുകളും റേഷൻ കടകളുടെ എണ്ണം കൂട്ടും എന്നുള്ള ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. സപ്ലൈകോ ആധുനികവൽക്കരിക്കും. ഇപ്പോഴത്തെ സൂപ്പർ മാർക്കറ്റുകളുടെ നിലവാരത്തിലേക്ക് സപ്ലൈകോയെ എത്തിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര അത് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ അവർ പറഞ്ഞിരുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ മാസം ധനസഹായം. അപ്പോൾ സ്ത്രീകൾക്ക് കൂടുതലും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു നയപ്രഖ്യാപനമാണ് നടത്തുന്നത്. കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ ധനസഹായം എന്നത് വലിയൊരു കാര്യമാണ്. പിന്നെ പാവപ്പെട്ടവർക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അതിദരിദ്രർക്ക് വീട് വയ്ക്കാൻ 6 ലക്ഷം രൂപ വരെ ധനസഹായം. നേരത്തെ അത് 4 ലക്ഷം രൂപ വരെ ആയിരുന്നു. ഗഡുക്കളായിട്ട് വീടിന്റെ പണി തീരുന്നതനുസരിച്ച് ഗഡുക്കളായിട്ട് തിരിച്ചടവില്ലാത്ത 4 ലക്ഷം രൂപ. അപ്പൊ അത് 6 ലക്ഷമാക്കി ഉയർത്തി. പ്രകൃതിക്ക് ഗുണമുള്ള ഒരു പ്രഖ്യാപനം ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ജലസ്രോതസ്സുകളിൽ നിന്നും മണ്ണ് നീക്കം ചെയ്യും. കാരണം വർഷങ്ങളായി നമ്മുടെ കായലുകളുടെയും ചെറിയ നദികളുടെയും നിയമം ഉണ്ടായിരുന്നു മണ്ണെടുക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ അത് ആ മണ്ണെടുക്കാം എന്നുള്ളൊരു നിയമം വരുന്നുണ്ട്. മണ്ണ് നീക്കം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വെള്ളപ്പൊക്ക സമയത്തൊക്കെ പെട്ടെന്ന് വെള്ളം വന്ന് നിറയാനും പെട്ടെന്നൊരു പ്രളയ സമാനമായ സാഹചര്യത്തിലേക്ക് പോകാനൊക്കെ ഈ മഴക്കാലത്ത് ഉള്ളൊരു സാഹചര്യം ഒരുക്കിയത് ഈ ജലാശയങ്ങളിലെ ഈ ആഴക്കുറവ്, വെള്ളം ഉൾക്കൊള്ളാനുള്ള കഴിവ് ജലാശയങ്ങൾക്കില്ല. വർഷങ്ങളായി മണ്ണെടുപ്പ് നിർത്തിയത് മൂലം അത് പുനരാരംഭിക്കാനുള്ള ഒരു പദ്ധതി വന്നിട്ടുണ്ട്. പ്രകൃതിക്കും മനുഷ്യർക്കും ഒരേപോലെ ഗുണം ചെയ്യുന്ന ഒരു പദ്ധതിയാണത്. IT വകുപ്പിന്റെ പുതിയ പേര് IT ഫ്യൂച്ചർ ടെക്നോളജി എന്നാക്കിയിട്ടുണ്ട്. ഈ സർക്കാരിൽ ഒരു AI വകുപ്പ് കൂടെ വന്നിട്ടുണ്ട്. ഈ IT വകുപ്പിന്റെ കീഴിൽ AI കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം അവിടെ കൂട്ടിയാണ് IT ഫ്യൂച്ചർ ടെക്നോളജി എന്നാക്കിയിരിക്കുന്നത്. പിന്നുള്ളത് വഖഫ് ആധുനികവൽക്കരിക്കും. വഖഫ് നിയമം ഒരുപാട് പഴയതാണ്. ആധുനികവൽക്കരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാജ്യാന്തര ചലച്ചിത്രമേള മറ്റിടങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പൊ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് രാജ്യാന്തര ചലച്ചിത്രമേള നടക്കുന്നത്. അത് മറ്റ് ജില്ലകളിലേക്കും കൂടി ഒരേ സമയം വ്യാപിപ്പിക്കുമെന്നാണെന്നാണ് തോന്നുന്നത്. പിന്നുള്ളൊരു പ്രഖ്യാപനം, ഈ ലഹരി കേസിൽ ഉൾപ്പെടുന്നവരെ അവർ സ്വത്തുക്കൾ കണ്ടുകെട്ടും എന്നൊരു പ്രഖ്യാപനം കൂടെ നടത്തിയിട്ടുണ്ട്. അത് ഒരു നല്ല പണിയാണ്. ലഹരി കേസിൽ ഉൾപ്പെടുന്നവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടും എന്നുള്ളത്. അതുകൊള്ളാം. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി ആനുകൂല്യങ്ങളെ ബാധിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. കടമെടുത്തായാലും നടത്തുമെന്നായിരിക്കും. ഓൾറെഡി ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ലഹരി മുക്ത കേരളം എന്ന പ്രഖ്യാപനത്തോടെയാണ് ഓപ്പറേഷൻ തൂഫാൻ. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ലഹരി കേസിൽ പെടുന്നവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പം ഒന്ന് പേടിക്കും ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ഈ വിപണനം, ഇത് വിൽക്കുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൊള്ളാം. സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു നയപ്രഖ്യാപനമാണ് നടന്നിട്ടുള്ളത്. സ്ത്രീകളുടെ കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. കോളേജ് വിദ്യാർത്ഥികളുടെ 1000 രൂപ പോക്കറ്റ് മണി, 6 മാസം പൊതു സ്വകാര്യ മേഖലയിൽ പ്രസവാവധി, പിന്നെ ആർത്തവ സമയത്ത് വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസം അവധി, പിന്നെ എല്ലാത്തിനും ഉപരിയായിട്ട് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അതായത് ഈ സർക്കാർ വന്നതുകൊണ്ട് സ്ത്രീകൾക്ക് ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതുവരെ ഒരു സർക്കാർ നടപ്പിലാക്കാത്ത ഒരു പദ്ധതിയാണ് വയോജനങ്ങൾക്കായിട്ടുള്ള പദ്ധതി. വയസ്സായ ആളുകൾക്ക് അവർക്ക് വേണ്ടി ഒരു വകുപ്പ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അത് വളരെ പ്രയോജനം ചെയ്യും. വയസ്സായ ആളുകൾക്ക് അവർക്ക് വരുമാനം ഉണ്ടാക്കാനും ആ രീതിയിലുള്ളതൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഇതൊക്കെ നടപ്പിലാക്കി കാണാനായിട്ട് നമുക്ക് കാത്തിരിക്കാം.